മലമുകൾ കാട്ടിൽ തെരഞ്ഞെടുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നു. എല്ലാ വർഷവുമുള്ള പോലെ ഇത്തവണയും നേതാവാകാൻ ശൂരൻ സിംഹവും ചേരുക്കടുവയുമാണ് മത്സരിക്കുന്നത്. വിജയിക്കട്ടെ വിജയിക്കട്ടെ നമ്മുടെ ശൂരൻ വിജയിക്കട്ടെ, ജയ് 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 ചേരുക്കടുവ ചേരുക്കടുവ വിജയിക്കട്ടെ. ഇത്തവണയെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നാണക്കേടാ. അതെ അതെ, ജയിക്കുമായിരിക്കും. വോട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നിനെ വെറുതെ വിടരുത്. നമ്മുടെ കൂട്ടുകാരെ നീ ഓലിയിട്ട് വിളിക്കണം കേട്ടോടാ കുറുക്ക. അത് ഞാൻ ഏറ്റു. നേരെ ഒന്ന് ഇരുട്ടട്ടെ, നാളെ എല്ലാവരോടും വോട്ട് ചെയ്യാൻ എത്താൻ പറയണം കേട്ടോ. ഇത്തവണയും ശൂരൻ ചേട്ടൻ ജയിക്കും. പക്ഷേ അവന്മാരെ സൂക്ഷിക്കണം, എന്നടവും പയറ്റും. ശരിയാ, എന്നെയും പേടിപ്പിക്കാൻ നോക്കി. ഞാൻ ആരാ മോൻ? ചിഹ്നം പിടിച്ചപ്പോഴേ അവന്മാർ ഓടി. രാത്രി ഞാൻ നോക്കിക്കൊള്ളാം, എല്ലാവരെയും എനിക്ക് കാണാം. പക്ഷേ ഉച്ചത്തിൽ പേടിപ്പിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നാളെ നേരം വെളുത്തോട്ടെ, എല്ലാവരും കൂട്ടുകാരെ കൂട്ടി ആലിഞ്ചൂട്ടി എത്തണേ. അങ്ങനെ മലമുകളിൽ തിരഞ്ഞെടുപ്പ് ദിവസം വന്നെത്തി. കൂട്ടുകാരെ എല്ലാവരും ഒന്ന് നിശബ്ദമായിരിക്കണേ. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പറയാൻ പോവുകയാണേ. ഒന്ന് വേഗം പറയടാ മൂങ്ങച്ചാരേ. നിനക്കെന്താടാ ഇത്ര ധൃതി? തോറ്റ് തുന്നം പാടിയത് കേൾക്കാനാണോ? കാട്ടിലെ നേതാവാൻ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 10 മഞ്ചാടിക്കുരുവിന് ശൂരൻ സിംഹം വിജയിച്ചിരിക്കുന്നു. കാട്ടിലെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശൂരൻ സിംഹത്തിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് ശൂരൻ ചേട്ടാ ഇത്തവണത്തെ പരിപാടി? നിങ്ങൾ കാണുന്നില്ലേ ഈ പുഴയൊക്കെ വറ്റി വരണ്ട് കിടക്കുന്നത്? കാടിൻ്റെ അപ്പുറത്ത് മനുഷ്യൻ കാട്ടിൽ നിന്ന് കൊള്ളരുതായ്മ അനുഭവിക്കുന്നത് ഈ നമ്മളല്ലേ? ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? പറയൂ കൂട്ടരെ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം, പ്രതികരിക്കണം. മനുഷ്യന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും മരം മുറിക്കലും നീർത്തടം മണ്ണിട്ട് നികത്തലും കാട് കയ്യേറലും നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ നശിപ്പിക്കുന്നു. നമുക്ക് പ്രതികരിച്ചേ മതിയാവൂ. അതെ, നമുക്ക് പ്രതികരിക്കണം. മനുഷ്യൻ നീതി പാലിക്കുക, വനനശീകരണം നിർത്തുക, നദികൾ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും നിർത്തുക, വനം സംരക്ഷിക്കുക, നദികൾ സംരക്ഷിക്കുക.